ഭക്തജന മനസ്സുകളിൽ ഹൃദിസ്ഥമായ കുചേലവൃത്തം കഥയാണ് നമുക്ക് ഇന്നിവിടെ 87-ാം ദശകത്തിൽ വർണ്ണിക്കാനുള്ളത്. കുചേലൻ എന്ന സാധു വിപ്രൻ ഭഗവാന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. സാന്ദീപനി മഹർഷിയുടെ അടുക്കൽ ഒരുമിച്ച് പഠിച്ചവരാണ്. കുചേലനാകട്ടെ ഭഗവാനിൽ നിഷ്കളങ്കമായ ഭക്തിയുള്ളവനാണ്. ധനാദി കാര്യത്തിലൊന്നും മോഹമില്ലാതെ ഏറെ നാളുകൾ ജീവിച്ചു പോന്നു. അങ്ങനെ ഒരു ദിവസം കുചേലൻ കൊടും പട്ടിണിയിലായി. അപ്പോൾ വിപ്രനെ പോലെ തന്നെ സാധുവായ തൻ്റെ പത്നി അങ്ങയുടെ ഉറ്റ ചങ്ങാതിയായ ഭഗവാനെ ഒന്ന് കാണാഞ്ഞത് എന്തുകൊണ്ടാണ്? എങ്കിലും ഒന്ന് പോയി വരൂ എന്ന് പത്നി അഭിപ്രായപ്പെട്ടു. അങ്ങനെ സർവശക്തനായ തൻ്റെ സാരഥിയായ ശ്രീകൃഷ്ണനെ കാണാനായി ദ്വാരകാപുരിയിലേക്ക് പുറപ്പെട്ടു. ധനം കിട്ടണമെന്ന അഹങ്കാരത്തോടെയല്ല, എങ്കിലും ഭഗവാനെ കാണാനുള്ള ആഗ്രഹത്താലാണ് പുറപ്പെട്ടത്. വെറും കയ്യോടെ പോകുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് ജീർണ വസ്ത്രവും ധരിച്ച് അവിൽ പൊതി കക്ഷത്തിലേറ്റിക്കൊണ്ട് ഭസ്മവും തേച്ച് പൊളിക്കുടയുമായി ദ്വാരകാപുരിയിലേക്ക് നടന്നു. ഭക്തോത്തമന്മാരുടെ നാവിൽ വിളയാടി നിൽക്കുന്ന രാമപുരത്ത് വാര്യർ എഴുതിയ വഞ്ചിപ്പാട്ട് ഈണത്തിലുള്ള കുചേലവൃത്തം നമുക്കൊന്ന് ഇവിടെ ഓർക്കാം. ആഴിമകളുമൊരുമിച്ചൊരു കട്ടിന്മേലന്നേരം 7-ാം മാളിക മുകളിലിരുന്നരുളും 7-2 വഴിയായ തമ്പുരാനെത്രയും താഴത്തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ടു തട്ടുടുത്തിട്ടുത്തരിയവുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര കീണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മേ ചെല്ലും. രാമപുരത്ത് വാര്യർ എന്ന കവി വളരെ സ്പഷ്ടമായി തന്നെ ദരിദ്രനായ കുചേലൻ്റെ പുറപ്പാട് വർണ്ണിച്ചിരിക്കുന്നു. ഇത് നമുക്കിവിടെ ഓർക്കാതിരിക്കാൻ വയ്യ. അങ്ങനെ സാധുദ്വിജൻ ശ്രീകൃഷ്ണ ഗൃഹത്തിലെത്തി. അവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കുചേലന് ആനന്ദാനുഭൂതിയുണ്ടായി. ശ്രീകൃഷ്ണൻ സന്തോഷത്തോടെ നാനാപ്രകാരത്തിൽ കുചേലനെ സത്കരിച്ചു. ശേഷം ശ്രീകൃഷ്ണൻ ഗാഠാലിംഗനം ചെയ്തിട്ട് കക്ഷത്തിൽ തിരുകിയ അവൽപ്പൊതി തട്ടിപ്പറിച്ചു വാങ്ങി. അതിൽ നിന്ന് ഒരു പിടി അവൽ തിന്നു. കുചേലനാകട്ടെ ഈ കല്ലും പൊടിയും കലർന്ന അവൽ എങ്ങനെ പ്രിയ ചങ്ങാതിക്ക് നൽകുമെന്ന വിചാരത്തോടെ ലജ്ജയോടെ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു പിടി ഭഗവാൻ കഴിച്ചിട്ട് രണ്ടാമത്തെ പിടി എടുക്കാനൊരുങ്ങുമ്പോഴേക്കും പരിഭ്രമിച്ച് രുക്മിണി വന്ന് കൈ പിടിച്ചുകൊണ്ട് മതി മതി, ഇനി അവൾ തിന്നരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു. അതായത് ഒരു പിടി തിന്നപ്പോഴേക്കും അവിടത്തെ സമ്പത്ത് വർദ്ധിച്ചു കാണും എന്ന് പത്നിക്കറിയാമായിരുന്നു എന്നുള്ളത് വ്യംഗ്യം. അങ്ങനെ ഇരുവരും നേരം പോക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരു രാത്രി ദ്വാരകയിൽ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് വെളുപ്പിന് ദ്വിജൻ മടങ്ങി.
കുചേലന് ചെറുതായിട്ട് സങ്കടം തോന്നി. കാരണം ഇനി സ്വഗൃഹത്തിൽ എത്തുമ്പോൾ ഭാര്യയോട് എന്തു പറയും എന്ന് വിചാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ധനം തരണം എന്നൊന്നും ആവശ്യപ്പെട്ടില്ല. ഒരുപക്ഷെ ആവശ്യപ്പെട്ടിരുന്നു എങ്കിൽ തരുമായിരുന്നു എന്നിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നടന്നു. കുറച്ചു ദൂരം നടന്നതിന് ശേഷം ഒരു വലിയ മണിമാളിക കണ്ടു. കുചേലന് വഴി തെറ്റിയോ എന്നൊരു സംശയമുണ്ടായി. അപ്പോൾ അതാ മനോഹരമായ മുത്തുകളും രത്നങ്ങളാലുമുള്ള ആ മണിമാളികയുടെ അകത്തുനിന്നും ഒരു രാജകുമാരി ഇറങ്ങി വരുന്നു. കുചേലനൊന്ന് നോക്കിയപ്പോൾ അത് തൻ്റെ ഭാര്യയായിരുന്നു. ഇത് കണ്ട് കുചേലൻ അത്ഭുതസ്തബ്ധനായി നിന്നു. ഇത് ഭഗവത് കാരുണ്യത്താൽ സംഭവിച്ചതാണെന്ന് കുചേലന് മനസ്സിലായി. അങ്ങനെ കുചേലൻ്റെ ദാരിദ്ര്യങ്ങളെല്ലാം ഭഗവാൻ അകറ്റിക്കൊടുത്തു. ഭക്തോത്തമനായ കുചേലൻ്റെ തന്മയത്വവും നിഷ്കാമമായ ഭക്തിയുമാണ് നാം ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്. നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി ഭഗവാനെ സമീപിച്ചാൽ ഭഗവാൻ നമ്മുടെ വിളി കേൾക്കും, തീർച്ച. അങ്ങനെയുള്ള ഭക്തോത്തമന്മാരെ സങ്കടത്തിൽ നിന്നും മുക്തി ലഭിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ, എൻ്റെയും രോഗങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഇവിടെ പൂർത്തിയാകുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.